അല്ല, പാകിസ്ഥാൻ്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും അടയാളങ്ങൾ ഇപ്പോഴും കേരളത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പാകിസ്ഥാനോടും ഇന്ത്യ വിഭജനക്കാരനായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയോടും അതിൻ്റെ പിൻഗാമികളോടുമെല്ലാം എടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമാണിത്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് ചിന്തിക്കുന്നവരെ, ഇന്ത്യ വിരുദ്ധരെ, ദേശവിരുദ്ധരെ, വിധ്വംസക ശക്തികളെ പാലൂട്ടി വളർത്തുന്ന ഒരു രാഷ്ട്രീയ മനോഭാവമാണ് കാലാകാലങ്ങളിൽ കേരളത്തിൽ LDFും UDFും തുടരുന്നത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പാകിസ്ഥാൻ്റെ പേരിൽ ഇവിടെ ടൗണുകൾ, റോഡുകൾ, ജിന്നയുടെ പേരിലുള്ള സ്മാരകങ്ങൾ. ഇതെല്ലാം മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ്. ഇത് കേരളത്തിലെ LDF UDFിൻ്റെ ദേശവിരുദ്ധമായിട്ടുള്ള, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള, രാജ്യദ്രോഹ ശക്തികളെ അനുകൂലിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ നിലപാടാണ്. അത് മാറണം. ജനങ്ങൾ അത്തരം തിരുശേഷിപ്പുകളെയെല്ലാം, അവർ വലിയ കൊണ്ടാടുന്ന ശേഷിപ്പുകളെല്ലാം തിരിച്ചെടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പലയിടത്തും പ്രാദേശികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്.